ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു പാറ്റ കൺസോൾ. അപ്പോൾ ഗേസ് നമ്മൾ പുതിയതായിട്ട് വരുന്നവരുടെ വന്നേക്കുവാണ് ഗേസ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തുണിയും കാര്യങ്ങളൊക്കെ മാറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ട് ഗേസ്. നമ്മൾ കഴിഞ്ഞ ദിവസം സിറ്റിയിലോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്തും പോയില്ല ഗേസ്, ഒന്നും അറിഞ്ഞില്ല ഗേസ്. അന്നേരമാണ് ഗേസ് നമ്മളെ ഫ്രാങ്ക്ലിനും കാര്യങ്ങളൊക്കെ ഇന്ന് വിളിക്കുന്നത്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു ഫ്രാങ്ക്ലിനാണ് ഗേസ് ഇപ്പോഴത്തെ FIയും കാര്യങ്ങളൊക്കെ. ഫ്രാങ്ക്ലിനാണ് അവിടുത്തെ മെയിൻ പോലീസ് എന്നൊക്കെയാണ് ഫ്രാങ്ക്ലിൻ നമ്മളെ വിളിച്ച് കുറേ പറഞ്ഞു ഗേസ്. എന്തായാലും ഫ്രാങ്ക്ലിൻ ഇപ്പോൾ വിളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ചെറിയൊരു പണി കിട്ടി കിടക്കുവാണ് ഗേസ്. കാരണം അവ പുതിയതായിട്ട് ഇറക്കിയ ഒരു GTR കാര്യങ്ങളൊക്കെ, അവൻ വില കൂടിയൊരു GTR കാര്യങ്ങളൊക്കെ, അവൻ്റെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവനെയാണ് ഗേസ് അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഗേസ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ അവന് പണി കിട്ടി ഗേസ്. അത് ഒരു മാഫിയയും കാര്യങ്ങളൊക്കെ അത് അടിച്ചുകൊണ്ട് പോയി ഗേസ്. അപ്പോൾ എന്തായാലും അവനിപ്പോൾ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗേസ്. കാരണം അത് വേറെ ആരോടെങ്കിലും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പണി പോകുന്ന കേസാണ് ഗേസ്. അതാണ് അവൻ അത്യാവശ്യം പെട്ടിരിക്കുവാണ് ഗേസ്. അത് കാരണം നമ്മളെ വിളിച്ചിട്ട് നമ്മളോടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണേന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗേസ് ഇത് അവൻ തന്നെ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ് ഗേസ്. അപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടിയുമായിട്ട് നേരെ അവൻ തരുന്ന ലൊക്കേഷനിലോട്ട് വരാനാണ് ഗേസ്. അവിടെ വന്നിട്ട് നമുക്ക് സീക്രട്ടായിട്ട് എല്ലാം പറയാമെന്ന് ഗേസ് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലണം ഗേസ്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ്. അപ്പോൾ എന്തായാലും പവർ ആക്കാൻ നമ്മൾ റോഡ് ടു 2K ആണ് ഗേസ്. നിങ്ങളെ കൂടെ പെട്ടെന്ന് തന്നെ സാധിക്കും ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവൻ തന്ന ലൊക്കേഷനിലോട്ട് ഞങ്ങൾക്ക് പോകാം ഗേസ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവനെ മീറ്റ് ചെയ്താൽ മതിയായിരുന്നു, പിന്നെ എന്തിനാണ് അവൻ അങ്ങോട്ട് വിളിച്ചത്? എന്തെങ്കിലും ആട്ടെ ഗേസ്. എന്തായാലും അവൻ നമ്മളോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ഞങ്ങൾക്ക് GTR എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ അത് എവിടെ ലൊക്കേഷൻ എന്ന് അവൻ പറഞ്ഞില്ലേ ഗേസ്. എന്തായാലും ഇപ്പോൾ ഇവനൊരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അത് ഏകദേശം ഇവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗേസ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഈ കാട്ടിക്കൂടെ കയറി സീക്രട്ട് വഴിക്കൂടെ കയറി പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം ഗേസ്. എന്തായാലും ഇവിടെ ഏകദേശം വെച്ചാണ് ഗേസ്. ഇവിടെ വീടുകളൊന്നുമില്ല ഗേസ്. അത് തന്നെ അവൻ തോന്നുന്നു അവൻ ഇവിടെ തന്നെ തിരഞ്ഞെടുത്ത്. എന്നാലും ഗേസ് ഇത്ര സീക്രട്ട് ആകാൻ എന്താ കാര്യം ഗേസ്? അത്രയ്ക്ക് സീക്രട്ട് ആകേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഗേസ് ഇതും കാര്യങ്ങളൊക്കെയാണ് അവൻ തന്ന ലൊക്കേഷൻ. ഓക്കെ ഗേസ്, ദാണ്ട നിൽക്കുന്നു നമ്മുടെ സ്വത്തുകുട്ടി ഫ്രാങ്ക്ലിൻ. അപ്പോൾ എന്തായാലും ഗേസ് നമുക്ക് ചെന്നിട്ട് അവനോട് കാര്യം തിരക്കാൻ ഗേസ്, എന്താ സംഭവം കാര്യങ്ങളൊക്കെ. ഓക്കെ ഗേസ്, റോഡ് ഞാൻ നടുക്കാണ് പാർക്ക് ചെയ്തത്, എങ്ങനെ സീനില്ലായിരിക്കും. എന്തെങ്കിലും ആട്ടെ ഗേസ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാം. എടാ ഫ്രാങ്ക്ലിൻ, നീ എന്തിനാണ് വിളിച്ചത്? എന്തിനാ വിളിച്ചതെന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ല GTR ആണ്. അതെനിക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ നീ ഒപ്പിച്ചതോ? എൻ്റെ പണി പോകുന്ന കേസാണ്. കാരണം അത് ഇച്ചിരി വില കൂടിയതും എന്നെ തന്നെ ഏൽപ്പിച്ചതാണ്. ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി പോയിന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും ഞാനത് പ്രൊട്ടക്റ്റ് ചെയ്തില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അല്ല, നിനക്ക് ഞാൻ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ പുതിയ എയർപോർട്ടും കാര്യങ്ങളൊക്കെയാണ് സ്ഥലം. അല്ല, പുതിയതും പോട്ടെ, പഴയ എയർപോർട്ട് തന്നെയാണ്. നീ എങ്ങനെയും പോയി അതൊന്ന് എടുക്കുക. ഒരു മാഫിയ ടീമാണ്. പക്ഷേ ആ പോലീസ് കൊണ്ട് നീ പേടിക്കേണ്ട. അതൊക്കെ അവിടെ നിന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയത് അതൊക്കെ മാഫിയക്കാരത് ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും നീ അതൊന്നും കാര്യമാക്കണ്ട. നൈസായിട്ട് നീ എങ്ങനെയാണ് ഇത് പൊക്ക്. ഓക്കെ, മേലിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മേലിലും കാര്യങ്ങളൊക്കെയാണ്. നീ നൈസായിട്ട് വല്ല ഹെലികോപ്റ്റർ എടുത്തുകൊണ്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് എങ്ങനെയും എത്തിക്കാൻ നോക്കാം. ഓക്കെ, പറ്റുന്ന അത്ര ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഗേസ്, അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ. അല്ല ഗേസ്, ഞാൻ എയർപോർട്ടിൽ കൂടെ ഇങ്ങോട്ട് വന്നേ. എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നേ. പക്ഷേ ഗേസ് എനിക്ക് വലുതായിട്ടൊന്നും അവിടെ എങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഫീൽ ചെയ്തില്ല ഗേസ്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഗേസ് എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഗേസ് നമ്മൾ നേരെ എയർപോർട്ടിലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗേസ്. കാരണം നമുക്ക് മണ്ടയിലാണെന്നാണ് ഗേസ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വേണ്ട. കാരണം നമ്മൾ ഏതോ കാലത്ത് മേടിച്ചിട്ട് ഈ റാമ്പിൻ്റെ അടി മേടിച്ചിട്ട് ഒരു ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓടുമെന്ന് അറിഞ്ഞുകൂടാ, എല്ലാം പറയാതായി പോയില്ലേ ഗേസ്. എന്തായാലും വലിയ സീനില്ല ഗേസ്, കണ്ടിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ പുറത്തോട്ട് ഇറക്കുമെന്ന് എനിക്ക് ഇതുവരെയായിട്ടും പിടിയിട്ടിട്ടില്ല. എനിക്ക് നൈസായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും പുറത്തോട്ട് ഇറക്കണം ഗേസ്. അപ്പോൾ എന്തായാലും പവറാക്കാം ഗേസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് ഒന്ന് നിങ്ങളങ്ങ് ലൈക്ക് അടിച്ചു. ടാർഗറ്റൊന്നും വേണ്ട, നിങ്ങളങ്ങ് പറത്തി കൊണ്ടുപോയി ഗേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന എത്രയും ടാർഗറ്റും കൊണ്ടുപോയിക്കോ ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങാം ഗേസ്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പണിയുണ്ട് ഗേസ്. നമുക്ക് പാരഷൂട്ട് കിട്ടിയില്ല ഗേസ്. ഇത് നമുക്ക് ചാടാനേ പറ്റുള്ളൂ ഗേസ്. ലാൻഡ് ആക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതെന്ന് കേൾക്കും ഗേസ്. അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷേ പറക്കുമ്പോൾ വലിയ സീനില്ല ഗേസ്. പിന്നെ ഇത് ബുള്ളറ്റ് പ്രൂഫ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഗേസ്. കുറച്ച് പൈസ കൊടുത്ത് ഒക്കെ ഗേസ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗേസ്. ആ GTR കുറേ പോലീസ് വണ്ടിയും. അവൻ പറഞ്ഞാൽ ഇവിടെ ആർമി ടാങ്ക് ഉണ്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ അതൊന്നും ഇവിടെ കാണാനില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ മാറ്റി കാണുമെന്ന്. ചിലപ്പോൾ അവനെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും. അപ്പോൾ എന്നാലും ഗേസ് നമുക്ക് നൈസായിട്ട് ഒരു നല്ല ലൊക്കേഷൻ ചെയ്തിട്ട് നിലത്തോട്ട് ചാടാം ഗേസ്. കാരണം അവന്മാരെ അറിയാതെ നമുക്ക് ഇങ്ങനെ നിലത്ത് ലാൻഡ് ചെയ്യണം ഗേസ്. എന്തായാലും കുറച്ച് താത്തിയിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങ് ചാടാം ഗേസ്. ഇല്ലെങ്കിൽ നമ്മൾ ചത്തുപോകും, പടമാകും ഗേസ്. അപ്പോൾ എന്തായാലും ഗേസ് ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് ചാടിയിട്ടുണ്ട് ഗേസ്. ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയാൽ നമ്മളിപ്പോൾ പടമായാണ് ഗേസ്. എന്തായാലും വലുതായിട്ടൊന്നും പറ്റിയില്ല, കുറേ ചോര പോയിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്തായാലും ഓക്കെ ഗേസ്, ഇതൊരുമാതിരി പണിയായി ഗേസ്. ഹെലികോപ്റ്റർ തന്നെ വന്ന് ലാൻഡായി.
എന്നിട്ട് സൗണ്ടും കേട്ടില്ല ഗേസ്. എന്തായാലും നമ്മൾ നൈസായിട്ട് താരോട്ട് എടുത്ത് ആടിയിട്ടുണ്ട് ഗേസ്. എന്തായാലും ഹെലികോപ്റ്ററിലൊന്നും ആരുമില്ല. ഓക്കെ ഗേസ്, പോലീസ് വണ്ടി ആൾക്കാരുണ്ട് ഗേസ്, പോലീസ് വണ്ടിയിൽ ആൾക്കാരുണ്ട്. എന്തായാലും 2 പോലീസ് വണ്ടിയുള്ളൂ, അതിൻ്റെ അകത്ത് 2-ൻ്റെ 4 പേരുണ്ട് ഗേസ്. എന്തായാലും അവരറിഞ്ഞിട്ടില്ല ഗേസ്. എന്തായാലും അവർ ഫോണും കേട്ട് പാട്ടും കേട്ടിരിക്കുകയാണ് ഗേസ്. നമുക്ക് പെട്ടെന്ന് GTR എടുത്തിട്ട് മണ്ടേ കൊണ്ടൊരു ചെറിയൊരു പണിയും കൂടെ കൊടുക്കണം ഗേസ് അവന്മാർക്ക്. എന്തായാലും അവന്മാർ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല ഗേസ്. പൊട്ടന്മാർ നമ്മൾ വണ്ടി വരെ ഓണാക്കി ഗേസ്. അവന്മാർ AC ഇട്ട് മ്യൂസിക്കും വെച്ച് ഫോണിലും പണിതുകൊണ്ടിരിക്കുവാണ് ഗേസ്. ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പറ്റിയ ആൾക്കാരെ ഏൽപ്പിച്ചേക്കുന്നത്. മാഫിയ ബോസ് ഒരു പൊട്ടനായിപ്പോയി ഗേസ്, പറ്റിയ ഗുണ്ടകളെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗേസ് നമുക്ക് നൈസായിട്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോകണം ഗേസ്. കാരണം ഇവന്മാർ അറിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കും ഗേസ്. അപ്പോൾ എന്തായാലും ഓക്കെ എടുത്തോണ്ട് പോകും. എടാ പെട്ടെന്ന് വണ്ടി തുറന്ന് അവനെ വെടിവെക്കും. അവനെ വെടിവെച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കും. ചേട്ടാ തുറക്കാൻ പറ്റുന്നില്ല, വണ്ടിക്കാൻ തോന്നി. വെടിവെക്കും. ഓക്കെ ഗേസ്, നൈസായിട്ട് നമ്മളും കാര്യങ്ങളൊക്കെ അവന്മാരെ വെടിവെച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗേസ്. അലർച്ചയൊന്നും കേട്ടില്ലല്ലോ എന്തിയെ പോലും. അപ്പോൾ എന്തായാലും ഗേസ് നമുക്ക് നമ്മുടെ ഈ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് താരോട്ടും കാര്യങ്ങളൊക്കെ ബുള്ളറ്റ് പ്രൂഫ് എല്ലാം പൊട്ടിത്തെറിക്കുക ഗേസ്. എങ്ങനെയും നിലത്തോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തെറിപ്പിച്ചിടാം ഗേസ്. ഇത് പിന്നെ മിസൈൽ വിട്ടുമ്പോൾ പറന്നതാണ് തോന്നുന്നു ഗേസ്. അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇത് താരോട്ടും കാര്യങ്ങളൊക്കെ ഇടാം ഗേസ്. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ വീട്ടിൽ അല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം ഗേസ്. ഓക്കെ നൈസായിട്ട് ഓക്കെ ഗേസ്. എന്തായാലും അവന്മാർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഗേസ്. അത് ഒരുത്തിനാ പുറകെ ഇന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഗേസ്. അവന്മാർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തോന്നുന്നു. മാഫിയക്കാരല്ലേ അത് ഉറപ്പായിട്ടും അവർ ഇൻഫർമേഷൻ അവർ അറിഞ്ഞു കാണും ഗേസ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് എത്തും ഗേസ്. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയും കൂടെ ചെയ്യാനുണ്ട് ഗേസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറൊരു മാഫിയക്കാർ അടിച്ചുകൊണ്ട് പോയതാണെന്ന് വിചാരിച്ചോട്ടെ ഗേസ്. കാരണം നമുക്ക് നൈസായിട്ട് ഇവിടെയുള്ളൊരു വണ്ടിക്കിട്ട് അങ്ങ് പണി കൊടുക്കാം ഗേസ്. കാരണം അവന്മാർ അടിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊരു ഇതാകണ്ട ഗേസ്. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു തലയിൽ വരാതിരിക്കാൻ നൈസായിട്ട് ഇവിടെയുള്ള ഒരു വണ്ടിയുടെ ചില്ലും പൊട്ടിച്ച് നൈസായിട്ട് വണ്ടിക്കിട്ട് ഒരു പൊട്ടിൽ കൊടുത്തിട്ട് പോകും ഗേസ്. എന്തായാലും സീനില്ല, ഒരു കോഡീഷൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് പുള്ളിക്കാരൻ വേറെ വണ്ടി മേടിച്ചോളും. അത് സീനില്ല ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ബാക്കിലോട്ട് ഇറക്കിയിട്ട് നൈസായിട്ട് എടുത്തങ്ങ് ചാടിച്ചോണ്ടങ്ങ് പോകാം ഗേസ്. അപ്പോൾ എന്തായാലും പവറാക്കുക ഗേസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും. അപ്പോൾ ഗേസ് നമ്മൾ ചാടി കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഗേസ്. അപ്പോൾ എന്തായാലും വണ്ടിക്ക് വല്ലതും പറ്റിയ ഞാൻ തീർന്നു ഗേസ്. പക്ഷേ താരെ കൂടെ ഇറക്കിക്കൊണ്ട് പോയി നിറച്ച ആൾക്കാരാണ് ഗേസ് താര്. ഓക്കെ നമ്മളെന്തായാലും കൃത്യമായിട്ടും കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ട്. ഓക്കെ ഗേസ്, ഒരു ഡോറ് പറഞ്ഞ് പോയില്ല ഗേസ്. ഞാൻ പോയിന്നാണ് ഓർത്തത്, എന്തായാലും പോയില്ല. എന്നാലും ഗേസ് ഇളകിയിട്ടുണ്ട് ഗേസ്. അതിപ്പോൾ ഒരു തട്ടിയിട്ടുണ്ടെങ്കിൽ ചാടി പോകും ഗേസ്. ഇനി നമുക്ക് പിന്നെ ഒന്ന് പറക്കിക്കൊണ്ട് പോകാം ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇപ്പോൾ സ്പീഡിൽ പോകണം ഗേസ്. കാരണം പുറകെ അവന്മാർ വരുന്നുണ്ടെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് എത്തിക്കുക ഗേസ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മറന്നുപോയി ഗേസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പാർട്ടായിട്ടാണ് ഇടേണ്ടത്. പക്ഷേ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇടാം ഗേസ്. നമ്മളെ വേറൊരു കാര്യങ്ങളെ ഫ്രാങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിക്കാം ഗേസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ ഗേസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യുക ഗേസ്. ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടെ കമൻറ്റ് ചെയ്യുക. പുതിയ ബൈ ബൈ, സീ യു സൂൺ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ ബൈ.